BJP ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാനല്ല. അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് ഹിന്ദുത്വ അജണ്ട തന്നെയാണ്. അപ്പോൾ ഈ ഹിന്ദുത്വ അജണ്ടയ്ക്ക് ബദലായി മതനിരപേക്ഷ നിലപാടുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മിതിയെ തുടർന്ന് അതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓളം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാവുമെന്നുള്ളതാണ് ഈ മാധ്യമങ്ങളും BJP സംഘപരിവാർ വിഭാഗങ്ങളും ആലോചിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബദലാണ് BJP അല്ലാത്ത മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ച് അണിനിരത്തുക എന്നുള്ളത്. ആഗോളവൽക്കരണ നിലപാടുകളും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനമാണ്. അപ്പോൾ ഹിന്ദുത്വ അജണ്ട കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കുള്ള അതിൻ്റെ പരമാധികാരം, ഫാസിസത്തിൻ്റെ സമീപനത്തെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഏകാധിപത്യ പ്രവണത, ഈ മൂന്നാണ് BJPയുടെ മുഖമുദ്ര. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്രാജ്യത്വവുമായിട്ട് ചേർന്ന് കൈകോർത്ത് ഇന്ത്യൻ മുതലാളിയെ ലോക മുതലാളിത്തത്തിൻ്റെ ഭാഗമാക്കി അതിൻ്റെ നെറുകയിൽ നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദുത്വം മാത്രമല്ല, ഹിന്ദുത്വം രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഒന്നാമത്തെ കാര്യം ഈ കോർപ്പറേറ്റ് മൂലധനത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത് അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ടാണ്. അത് ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ അവർക്ക് ഭരണഘടനയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും എല്ലാം മാറ്റി തീർക്കുന്ന ഒരു നിലപാടിലേക്ക് അവർക്കെത്താൻ സാധിക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ മൂന്ന് ശക്തികളെയും ഫലപ്രദമായിട്ട് എതിർത്ത ശരിയായ ദിശാബോധത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. നമുക്കറിയുന്നത് പോലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലും രാജ്യം അത് കണ്ടതാണ്. ഉറച്ച നിലപാട് സ്വീകരിച്ചത് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കോൺഗ്രസിന് ഒരു സ്റ്റേറ്റ്മെൻറ്റെങ്കിലും ഇറക്കേണ്ടി വന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPIM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എടുത്ത കർശനമായ, നേരത്തെ പറഞ്ഞ മതവർഗീയതക്കെതിരായിട്ടുള്ള മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ കോൺഗ്രസിന് ഇത് നമുക്കെല്ലാം അറിയുന്നത് പോലെ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗം എന്നുള്ളതുകൊണ്ട് അവരെടുത്ത തീരുമാനം അവർക്ക് തന്നെ നടപ്പിലാക്കാൻ ഇന്ത്യയിലുടനീളം സാധിച്ചിട്ടില്ല. നിരവധി സംസ്ഥാനങ്ങൾ അവരുടെ പാട്ടിന് പോകുന്ന നിലയാണ് ആ ക്ഷേത്ര ഉദ്ഘാടന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് ശരിയായ ദിശാബോധത്തോടെ പാർലമെൻ്ററി ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് ദിശാബോധം നൽകുന്നതിന് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുണ്ടാവില്ല. സംസ്ഥാനത്തിൻ്റെ വികസനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും കേന്ദ്രത്തിൽ നിന്നും ന്യായമായ നമ്മുടെ അവകാശം നമുക്ക് ലഭിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത ഉന്നയിക്കുന്നതിനും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് കേന്ദ്രത്തിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് ഇപ്പോൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത് എന്നും ഞാൻ പ്രത്യേകിച്ച് പറയാതെ നമുക്കറിയാം. തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിനെതിരായി കേരളത്തിലെ 2 MP-മാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളത്. ബാക്കിയെല്ലാം 18 പേരും കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചതല്ലാതെ കേന്ദ്രത്തിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല. കേരളത്തിൻ്റെ വളർച്ച, വികസനം ലക്ഷ്യമിട്ട ഒരു സമീപനവും അവർ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൽ ഇനി നടത്താൻ അനുവദിക്കില്ല എന്നതാണ്. ലോകത്ത് തന്നെ ആരും എടുക്കാത്തൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ UDF അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ MP-മാർ ഉൾപ്പെടെ നിലകൊള്ളുന്നത്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ
ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിലുള്ള പ്രധാനപ്പെട്ട ഇടതുപക്ഷ നയം യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുന്ന ആ കടമ നിർവഹിക്കുന്ന പാർട്ടി CPIM ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നും കോൺഗ്രസ് നിരവധി സന്ദർഭങ്ങളിലായിട്ട് ചാഞ്ചാടുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ശക്തമായ നിലപാടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പോലും മതനിരപേക്ഷ സമീപനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റെങ്കിലും ഇറക്കാൻ അവരെ പ്രാപ്തമാക്കുന്നത് എന്ന് നമുക്കിതിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. ഏത് പ്രതിസന്ധിയിലും ഉറയാതെ നിൽക്കുന്ന മതനിരപേക്ഷയുടെ ഗ്യാരണ്ടിയാണ് ഇടതുപക്ഷ പാർട്ടികളും അതിന്റെ നിലപാടുകൾ. അതിന് MP-മാർ വളരെ ചെറുതാണെങ്കിലും അവരെടുത്ത നിലപാടുകളും വളരെ വ്യക്തമാണ്. ഇപ്പോൾ കേരളം എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ആ രാഷ്ട്രീയം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ അജണ്ടയാവുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ